എറണാകുളം ബംഗളൂരു വന്ദേ ഭാരതിന്റെ ആദ്യ യാത്രയ്ക്ക് എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ തുടക്കം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനിൽ ഫ്ളാഗ് ഓഫ് ചെയ്ത ചടങ്ങിൽ ഗവർണർ, കേന്ദ്രമന്ത്രിമാർ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. 11-ാം തീയതി മുതൽ സർവീസ് ആരംഭിക്കും. ടിക്കറ്റ് ബുക്കിംഗ് തുടങ്ങിയിട്ടുണ്ട്. एर्नाकुलम, बेंगलुरु, फिरोजपुर से दिल्ली और लखनऊ से सहारन वंदे भारत एक्सप्रेस ट्रेन सेवाओं का एक साथ शुभारंभ किया गया है. മലയാളികളുടെ, പ്രത്യേകിച്ച് ബംഗളൂരു മലയാളികളുടെ ഏറെ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു എറണാകുളം ബംഗളൂരു റൂട്ടിൽ ഒരു വന്ദേ ഭാരത് ട്രെയിൻ അനുവദിക്കുക എന്നത്. ആ സ്വപ്നമാണ് ഇന്ന് യാഥാർത്ഥ്യമായിരിക്കുന്നത്. वंदे भारत भारतीयों की, भारतीयों द्वारा भारतीयों के लिए बनाई हुई ट्रेन है, जिस पर हर भारतीय को गर्व है. കൃത്യം 8:41 കൂടി തന്നെ ആദ്യ ഹോൺ മുഴക്കി എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് എക്സ്പ്രസ് അതിന്റെ കന്നിയാത്ര എറണാകുളം ജംഗ്ഷൻ പ്ലാറ്റ്ഫോം നമ്പർ 1 നിന്നും ആരംഭിച്ചു. എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആരംഭിച്ച വന്ദേ ഭാരതിന്റെ ബാംഗ്ലൂരു യാത്രയ്ക്ക് 9 സ്റ്റേഷനുകളാണുള്ളത്. എറണാകുളം പിന്നിട്ടാൽ തൃശ്ശൂര്, പിന്നീട് പാലക്കാട്, അങ്ങനെയാണ് കേരളത്തിലെ സ്റ്റോപ്പുകൾ. സൂപ്പർ, അടിപൊളി. തൃശ്ശൂർ വരെ വളരെ സന്തോഷം. കയറാൻ പറ്റി, യാത്ര ചെയ്യാൻ പറ്റി, വളരെ സന്തോഷം. 8 കോച്ചുകളിലായി 600ഓളം സീറ്റുകളാണ് വന്ദേ ഭാരതിന്റെ ബാംഗ്ലൂരു സർവീസിൽ നിലവിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യ യാത്രയിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വന്ദേ ഭാരത് ട്രെയിനകത്ത് തൃശ്ശൂർ വരെ സഞ്ചരിച്ചു. എങ്ങനെയുണ്ട് യാത്ര? 11-ാം തീയതി മുതൽ പൊതുജനങ്ങൾക്ക് വന്ദേ ഭാരതിൽ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാം, യാത്ര ചെയ്യാമെന്നാണ് റെയിൽവേ അറിയിച്ചിരിക്കുന്നത്. 8 മണിക്കൂർ 40 മിനിറ്റ് കൊണ്ട് ബാംഗ്ലൂരുവിലെത്തുന്ന വന്ദേ ഭാരത് ബാംഗ്ലൂർ സർവീസിനാണ് തുടക്കമായിരിക്കുന്നത്. ക്യാമറമാൻ വിജേഷ് പുതുവാശ്ശേരിക്കൊപ്പം റിയ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.